2024 YR4 എന്ന ചിഹ്നഗ്രഹത്തിന്റെ വരവിനെ വലിയ ഭീതിയോടെയാണ് ശാസ്ത്രലോകം കാണുന്നത്. ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ ഇത്രയേറെ സാധ്യതയുള്ള ചിഹ്നഗ്രഹം അടുത്തിടെ വേറെ ഉണ്ടായിട്ടില്ല. 2032 ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് അടുത്തായി എത്തുക. കൂട്ടിയിടി സാധ്യതയുള്ളതിനാൽ അതിസൂക്ഷ്മമായി ഈ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കുകയാണ് അധികൃതർ. എന്നാൽ ഇതിനിടെ ശാസ്ത്രലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത് മറ്റൊരു ചിഹ്നഗ്രഹത്തിന്റെ വരവാണ്. ഫെബ്രുവരി 16 ഈ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് തൊട്ടരികിലായി എത്തുകയും ചെയ്യും. ഫുട്ബോൾ മൈതാനത്തിന്റെ അത്ര വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചേക്കാനും സാധ്യതയുണ്ട്. ഇതാണ് ഗവേഷകരെ ആശങ്കയിലാഴ്ത്തുന്നത്. 2024 XG എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര്. 170 അടിയുള്ള ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം ഭൂമിക്ക് നേരെയാണ്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് അടുത്തായി എത്തും. മണിക്കൂറിൽ 32,707 കിലോമീറ്റർ എന്ന വേഗതയിലാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം. ഏതേൻ വിഭാഗത്തിൽപ്പെടുന്ന ചിഹ്നഗ്രഹമാണിത്. നിയർ എർത്ത് ഒബ്ജക്ട്സിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഞായറാഴ്ച അടുത്തായി എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 5.9 ബില്യൺ ദൂരത്തിലായിരിക്കും ഇത് വരുന്നത്. നിലവിൽ ഈ അകലം എന്നത് സുരക്ഷിതമായിട്ടാണ് വിലയിരുത്തുന്നത്. എന്നാൽ അതേസമയം അപകട സാധ്യത തള്ളിക്കളയാൻ സാധ്യതയില്ല. ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാര ദിശയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഭൂമിയെ ദോഷകരമായി ബാധിച്ചേക്കാനും സാധ്യതയുണ്ട്. 170 മീറ്റർ എന്ന ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം അപകടകരമല്ല. എന്നിരുന്നാലും ഭൂമിയിൽ പതിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. 2013 ഇതേ വലിപ്പമുള്ള ചിഹ്നഗ്രഹം റഷ്യയിൽ പതിച്ചിരുന്നു. അതിന്റെ ആഘാതത്തിൽ 1500 പേർക്ക് ആയിരുന്നു അതിന്റെ പരിക്കേറ്റത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നതോടെ ഈ ചിഹ്നഗ്രഹം പൊട്ടിത്തെറിച്ചു. അതിന്റെ ആഘാതത്തിലാണ് ആളുകൾക്ക് പരിക്കേറ്റത്. ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ കിലോമീറ്ററുകളോളം ഭാഗം തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് നാസ വ്യക്തമാക്കുന്നത്. നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ചിഹ്നഗ്രഹത്തെ നാസ നിരീക്ഷിക്കുന്നത്.